ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ടോ നിങ്ങൾക്കൊക്കെ വിശേഷങ്ങളൊക്കെ? ഇവിടെ എന്തായാലും ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ അമ്പലപ്പൂ ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം നമ്മൾ സ്കൂളിൽ പോയപ്പോൾ ഒരു ടീച്ചറുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങി ഫോട്ടോ എടുത്താണ് കേട്ടോ. അപ്പോൾ മുറ്റത്തെ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് നേരെ കിച്ചണിൽ കയറി ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ചപ്പാത്തിക്ക് കൂടെ കഴിക്കാൻ നമുക്ക് ഇന്ന് കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നേരെ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. മുറ്റത്ത് കുറേ അലുകുലത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വയറ് മാത്രം നിറഞ്ഞാൽ പോരല്ലോ, കുറുമ്പിക്കുട്ടിക്ക് ഫുഡൊക്കെ കൊടുക്കണ്ടേ. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ എന്താ ദാണ്ടിരിക്കുന്നു റംബൂട്ടാനെ കയറി. ഞാൻ കഴിഞ്ഞ ദിവസം തന്നിട്ട് ഞാൻ കുഴിച്ചിട്ടോ, കിളിക്കൊന്നും പ്രതീക്ഷയൊന്നും ഇല്ലാണ്ട് ഞാൻ കുഴിച്ചിട്ടാണ് കേട്ടോ. അതും കിളിച്ച് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു കൊറിയർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൊറിയറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള എൻ്റെ ഷാമ്പും കണ്ടീഷണറും ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. പർപ്പിളിൽ നിന്നാണ് കേട്ടോ, ഓഫർ ഉണ്ട്. അപ്പോൾ ഓർഡർ ആക്കിയതാണ്. അപ്പോൾ ഷാമ്പും കണ്ടീഷണറും കൂടെ സിറം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് ഫസ്റ്റ് ഓർഡറിൽ എത്രയോ 600 രൂപേൻ്റെ മേലത്തെ ഓർഡർ എന്തോ അങ്ങനെ എന്തോ ഒരു ഫ്രീ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ സെലക്ട് ചെയ്തത് നമ്മുടെ ക്യൂടെക്സ് റിമൂവറാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോയപ്പോൾ ഇവിടെ ഒരു ബേക്കറി ഉണ്ട് കേട്ടോ, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പാണ്. അവിടെ സാധനങ്ങൾക്കൊക്കെ വിലക്കുറവുണ്ട്. അവിടെ കയറി കുറച്ച് ബേക്കറിയൊക്കെ വാങ്ങിച്ചു. പിന്നെ മക്കൾക്ക് ചെരുപ്പ് വാങ്ങാനുണ്ടായിരുന്നു, ചെരുപ്പ് വാങ്ങാൻ കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ഉടൻ രണ്ടുപേരും എൻ്റെ കണ്ണ് ദയനീയമായിട്ട് അമ്മ വിശക്കുന്നൂന്ന്. അത് പുറത്ത് പോയാലുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പിന്നെ വന്ന് വേറൊരു ഫാൻസി ഷോപ്പിൽ കയറി. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം പിന്നെ വൈകിട്ടത്തേക്ക് നമുക്കന്ന് നല്ല മധുരക്കിഴങ്ങ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. വൈകിട്ട് നമുക്ക് മധുരക്കിഴങ്ങ് ആക്കാമെന്ന് വിചാരിച്ച് നേരെ പോയി അതിനെ പൊളിച്ചടുക്കി കലത്തിലൊക്കെ ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നല്ല മുളക് അങ്ങോട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. കട്ടൻ ചായ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞങ്ങളിന്ന് കുടിച്ചിട്ട് ഞങ്ങൾ ചാച്ചാൻ പോവാം.